താലിബാൻ ചെയ്യുന്നത് പറഞ്ഞത് തന്നെയല്ലേ ഈ പറയുന്ന എ പി അബൂബക്കറും പറഞ്ഞത്? അത് തന്നെയല്ലേ ഇവിടെ ചെയ്തു വെച്ചത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു താലിബാൻ അത് താലിബാൻ തീവ്രവാദമാണെന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സസൈസ് ചെയ്യാം. ഒരു സെക്കൻഡ് ടീച്ചർ, ഒരു സെക്കൻഡ്. ഞാൻ ഇവർക്ക് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇവിടെ ഷാക്കിർ അടക്കമുള്ള ആൾക്ക് ഞാൻ ഒരു എക്സസൈസ് പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ പോയിരുന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കോളം വരയ്ക്കുക. ഒരു വശത്ത് മുഹമ്മദ് നബി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതുക, അപ്പുറത്തെ വശത്ത് താലിബാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. നിങ്ങൾ ഞെട്ടും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്നായിരിക്കും. ഒരെണ്ണമെങ്കിലും താലിബാൻ ചെയ്തത് മുഹമ്മദ് നബി ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ കാണിച്ചു തന്നാൽ, നിങ്ങൾക്ക് അതിന് ത്രാണി ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചാൽ നമ്മളൊക്കെ ഓൺ ദ സ്പോട്ട് കലിമ ചൊല്ലുന്നതാണ് ഞാൻ പറയുന്നത്. മുഹമ്മദ് നബി 6 വയസ്സിൽ കെട്ടി, താലിബാൻ അവിടെ 6 വയസ്സിൽ കെട്ടുന്നു. മുഹമ്മദ് നബി സ്ത്രീകളെ ഈ പുറയ്ക്കുള്ളിലേക്ക് അടച്ചിരുത്തി, താലിബാൻ ഇപ്പൊ ഏറ്റവും ഒടുവിൽ കണ്ടു ജനൽ വരെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ അടച്ചു പൂട്ടുന്ന അവസ്ഥയാണ് കണ്ടത്. താലിബാൻ അവിടെ ഈ പറയുന്ന ഹിജാബിന്റെ നിയമം വെച്ചുകൊണ്ട് ആളുകളെ തല്ലിക്കൊല്ലുന്നു. അവിടെ മുഹമ്മദ് നബി ചെയ്തത് ഇത് തന്നെയാണ്. കയ്യിലിരിക്കുന്ന വടികൊണ്ട് അടിമ സ്ത്രീയുടെ മറ്റേ ഹിജാബ് അടിച്ചിട്ടതുണ്ട്. ഇവിടെ അടിമ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് നടത്താത്തത്. പക്ഷേ അടിമകളെ വെക്കുന്ന കാഴ്ച നമ്മൾ ഇവിടെ കണ്ടു. ഐസിസ് എന്താ ചെയ്തത്? നാദിയ മുറാദിന്റെ കഥ നിങ്ങൾക്ക് അറിയോ? ഷാക്കിറിന് അറിയോ? ഇല്ലെങ്കിൽ ഒന്ന് പോയി പഠിക്കണം, നല്ലതാ. മുണ്ട് പൊക്കി നോക്കിയിട്ട് രോമ വളർച്ച ഉണ്ടോ നോക്കിയിട്ടാണ് ആളുകളെ തല അരിഞ്ഞ് തള്ളിയത്. ഇതാണ് മുഹമ്മദ് നബി ചെയ്തത്. ഇത് തന്നെയാണ് താലിബാൻ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഐസിസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. താലിബാൻ ചെയ്തതിൽ ഈ പറയുന്ന എ പി ഉസ്താദ് പറയുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ, മുഹമ്മദ് നബി ചെയ്യാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കേ. നമ്മൾ കലിമ ചൊല്ലി നിങ്ങളുടെ മുന്നിൽ മുട്ടിലഴഞ്ഞു വരുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.